നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താജിക്കിസ്ഥാനിൽ ഭൂചലനം 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:26 ഭൂചലനം ഉണ്ടായതെന്ന് NCCS അറിയിച്ചു. അക്ഷാംശം 37.25 നോർത്ത്, രേഖാംശം 72.11 ഈസ്റ്റ് എന്നിവയിൽ 130 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെയും ഇവിടെ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഡിസംബർ 26 താജിക്കിസ്ഥാനിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. രാവിലെ 5:44 ഈ ഭൂകമ്പം ഉണ്ടായത്. 130 കിലോമീറ്റർ ആഴത്തിലാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഈയിടയ്ക്ക് മ്യാൻമാറിൽ ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് മ്യാൻമാറിലുണ്ടായത്. വെള്ളിയാഴ്ച രാവിലെ 10:02 127 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിൽ ആളപായമോ വലിയ നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടിരുന്നില്ല. വ്യാഴാഴ്ച വൈകുന്നേരം ചിലിയിലെ കാലാമയ്ക്ക് സമീപം റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. യൂറോപ്യൻ മെഡിറ്ററേനിയൻ സിസ്മോളജിക്കൽ സെന്ററാണ് ഈ വിവരങ്ങൾ അറിയിച്ചത്. ഈ ഇടയ്ക്കായിരുന്നു നേപ്പാളിൽ ഭൂചലനം ഉണ്ടായത്. വടക്കൻ നേപ്പാളിലായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 4.8 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിലും അയൽ ജില്ലകളിലും ചലനമുണ്ടായി. ഉച്ചയ്ക്ക് 1:02 ഭൂചലനം ഉണ്ടായത്. കാഠ്മണ്ഡുവിന് 70 കിലോമീറ്റർ വടക്കുള്ള സിന്ധുപാൽ ജില്ലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ദേശീയ ഭൂകമ്പ ഗവേഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. കാഠ്മണ്ഡുവിലും സമീപ ജില്ലകളിലുമുള്ള ജനങ്ങൾക്ക് ഭൂചലനം അനുഭവപ്പെട്ടു. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പശ്ചിമ നേപ്പാളിൽ കഴിഞ്ഞ 20 ദിവസത്തിനിടെ 3 മുകളിൽ തീവ്രത അനുഭവപ്പെടുന്ന 8 ഭൂചലനങ്ങൾ ഉണ്ടായി എന്ന് NSRC രേഖകളിലൂടെ വ്യക്തമാകുന്നു. പശ്ചിമ നേപ്പാളിൽ അടുത്തിടെയായി ഭൂചലന സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ദോഫർ ഗവർണറേറ്റിലെ 2 നേരിയ ഭൂചലനം ഉണ്ടായത് ഈ ഇടയ്ക്കാണ്. ഷലീം വിലായത്തിലും ഹല്ലാനിയത്ത് ദ്വീപുകളിലുമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഭൂചലനം ഉണ്ടായത്. സുൽത്താൻ ഖാബൂ സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വന്നിരുന്നു. റിക്ടർ സ്കെയിലിൽ 3.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സലാലയിൽ നിന്ന് ഏകദേശം 190 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ്. മാത്രമല്ല, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗുജറാത്തിലെ കച്ചിൽ ഈയിടയ്ക്ക് ഭൂചലനമുണ്ടായി. രാവിലെ 10:24 ആദ്യ ഭൂചലനം ഉണ്ടായത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഭൂകമ്പ മാമിനിയിൽ 3.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഭച്ചുവിന് വടക്ക് കിഴക്കായി 23 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. കഴിഞ്ഞ മാസം 4 തവണയാണ് 3-ൽ കൂടുതൽ തീവ്രതയേറിയ ഭൂചലനം ഈ പ്രദേശത്തുണ്ടായത്. ഡിസംബർ 23-ന് 3.7, ഡിസംബർ 7-ന് 3.2 തീവ്രതയേറിയ ചലനങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ തീവ്രതയേറിയ ഭൂചലനം കച്ചിലുണ്ടായതും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.